An insignificant man. അരവിന്ദ് കെജ്രിവാളിന്റെ 2013 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ വികസിക്കുന്ന ഡോക്യുമെന്റിയുടെ പേര് അങ്ങനെയായിരുന്നു. കോൺഗ്രസിനും BJPക്കുമൊപ്പം തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് ആം ആദ്മി എന്ന അഴിമതി വിരുദ്ധ പാർട്ടിയുമായി കെജ്രിവാൾ രംഗപ്രവേശനം ചെയ്തത്. സാധാരണ ജനങ്ങളുടെ മനസ്സിനൊപ്പം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ജയിച്ചു കയറി ആം ആദ്മി പാർട്ടി. കെജ്രിവാൾ മുഖ്യമന്ത്രിയായി. വെറും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രിമാർക്കൊരു ടെംപ്ലേറ്റ്. ജനോപകാരപ്രദമായ നയങ്ങളിലൂടെ ഡൽഹിക്കപ്പുറത്തേക്ക് പാർട്ടി വളർന്നു. പഞ്ചാബിൽ ഭരണം പിടിച്ചു. ഗുജറാത്തിൽ രാഷ്ട്രീയ ശക്തിയായി മാറി. നരേന്ദ്രമോദി സർക്കാരിന്റെ രൂക്ഷ വിമർശകനായിരുന്ന കെജ്രിവാൾ പ്രതിപക്ഷ കക്ഷികൾ സഖ്യം രൂപീകരിച്ചപ്പോൾ പ്രധാന നേതാവായി. പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ ശബ്ദങ്ങളിലൊന്നായി മാറി. കെജ്രിവാളിന്റെ വിമർശനങ്ങളുടെയും രാഷ്ട്രീയ പ്രതികരണങ്ങളുടെയും പ്രഹരശേഷി കൂടി വരുന്നതിനിടെയാണ് ഡൽഹി മദ്യനയത്തിൽ അഴിമതി ആരോപണം ഉയർന്നു വരുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് കാലത്തിനിടെ കെജ്രിവാളിനെ ജയിലിലടയ്ക്കാനായിരുന്നു ഭരണകൂടത്തിന്റെ തീരുമാനം. EDയും CBIയും ആയിരക്കണക്കിന് പേജുകളിൽ കുറ്റപത്രം എഴുതി. ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി കേസും ജാമ്യ ഹർജിയും തടസ്സ ഹർജിയുമൊക്കെ തുടരുകയായിരുന്നു. എന്തായിരുന്നു ഈ മദ്യനയം? 2021 നവംബർ 17-നാണ് ഡൽഹി സർക്കാർ സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ മദ്യവിൽപ്പന ആധുനികവൽക്കരിക്കുക, മദ്യമാഫിയകളെ നിയന്ത്രിക്കുക, കരിഞ്ചന്ത അവസാനിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു പുതിയ മദ്യനയത്തിന്റെ ലക്ഷ്യം. നഗരത്തിലെ 849 മദ്യവിൽപ്പന കേന്ദ്രങ്ങളെ 32 സോണുകളായി തിരിച്ച് സ്വകാര്യ ലേലക്കാർക്ക് റീറ്റെയിൽ ലൈസൻസ് ലഭ്യമാക്കി. ഓരോ സോണിനെയും 8 മുതൽ 10 വരെ വാർഡുകളാക്കി തിരിച്ചു. അതിൽ 27 വെന്റുകളും അനുവദിച്ചു. മദ്യവിൽപ്പനശാലകൾ പുലർച്ചെ 3 മണി വരെ തുറക്കാനും ഹോം ഡെലിവറിക്കും അവസരമൊരുക്കി. പ്രധാന മാർക്കറ്റുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ബിസിനസ് ഏരിയകൾ എന്നിവിടങ്ങളിൽ വിൽപ്പന കേന്ദ്രങ്ങൾ തുറക്കാനും അനുവാദം നൽകി. റീറ്റെയിൽ ലൈസൻസ് എടുത്തവർക്കായി നിയമ ഇളവുകളും നടപ്പാക്കി. സർക്കാർ നിശ്ചയിച്ച പരമാവധി വിലയ്ക്ക് പകരം വില നിശ്ചയിക്കാനും വിൽപ്പന വർദ്ധിപ്പിക്കാൻ കിഴിവുകൾ നൽകാനും നിയമപ്രകാരം അനുവാദം നൽകി. കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭരണത്തിൽ സംസ്ഥാന ഖജനാവിന്റെ പരിതസ്ഥിതി വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യവിൽപ്പനയിലൂടെ പരമാവധി നേട്ടം പൊതുഖജനാവിന് ലഭ്യമാക്കുകയായിരുന്നു ഈ നയത്തിന്റെ കാതൽ. അത് വെറുതെ ആയില്ല. 2021-22 വർഷം സർക്കാർ വരുമാനത്തിൽ 27%, അതായത് 8,900 കോടിയുടെ വർധനയുണ്ടായി. ഖജനാവിൽ പണം വന്നപ്പോൾ പതിവ് പോലെ കയ്യടികൾ ഉയർന്നു. പുരോഗമനപരമായ സമീപനമെന്ന് വിലയിരുത്തലുകളുണ്ടായി. ഇതിനൊപ്പം തന്നെ വിമർശനങ്ങളും വന്നിരുന്നു. അതിലേറ്റവും പ്രധാനം സാമ്പത്തിക പൊതു ആരോഗ്യ ആശങ്കകളായിരുന്നു. മദ്യക്കച്ചവടക്കാർ നിയമത്തിലെ ഇളവുകൾ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വളച്ചു തിരിച്ചു. വൻ ഡിസ്കൗണ്ട് മേളകൾ സംഘടിപ്പിച്ചു. അതോടെ മദ്യ ഉപഭോഗം വർദ്ധിച്ചു. പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി തുടങ്ങി. അതേ തുടർന്ന് കിഴിവുകൾ നൽകുന്നത് കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചു. അവിടെ മുതൽ തിരിച്ചടികൾ തുടങ്ങുകയായിരുന്നു. പുതിയ നയത്തിന്റെ നടപടിക്രമങ്ങളിൽ പോരായ്മയുണ്ടെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നുമുള്ള ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിന്റെ വിലയിരുത്തൽ വീണ്ടും ചർച്ചകൾക്ക് കാരണമായി. 2022 ജൂലൈ 8-ന് ചീഫ് സെക്രട്ടറി എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മനീഷ് സിസോദിയയ്ക്ക് റിപ്പോർട്ട് നൽകി. അതിന്റെ പകർപ്പ് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയ്ക്കും അയച്ചു. വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെ രൂപീകരിച്ച മദ്യനയം വഴി സർക്കാരിന് 550 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണം ആവശ്യപ്പെട്ടു. വിവാദങ്ങൾക്കൊടുവിൽ 2022 ജൂലൈ 31-ന് മദ്യനയം പിൻവലിച്ചു. 2022 ഓഗസ്റ്റ് 17-ന് സിസോദിയ അടക്കം 15 പേർക്കെതിരെ ആദ്യം CBIയും ഓഗസ്റ്റ് 22-ന് EDയും കേസെടുത്തു. റെയ്ഡുകളും നടന്നു. മദ്യനയ കേസിൽ ഉൾപ്പെട്ടവരുമായി കെജ്രിവാൾ സ്വന്തം നിലയിൽ ഇടപെട്ടിരുന്നുവെന്നാണ് EDയുടെ വിലയിരുത്തൽ. മദ്യനയത്തിന്റെ ആസൂത്രകൻ കെജ്രിവാളാണെന്നും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ED തീരുമാനമെടുക്കുന്നു. 9 തവണ കെജ്രിവാളിന് സമൻസ് അയക്കുന്നു. എന്നാൽ ഒരു തവണ പോലും കെജ്രിവാൾ ഹാജരായി. അന്വേഷണ ഏജൻസികൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നു. എന്നാൽ ഇന്ത്യയിൽ, അതും തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ, ഒരു പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യും? എല്ലാവരും നെറ്റിച്ചുപിടിച്ചു. ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞു. ഇത്തവണ നേട്ടം 400 സീറ്റ് കടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അതിനാടകീയമായി ED സംഘം കെജ്രിവാളിന്റെ വസതിയിലേക്കെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. കെജ്രിവാളാണ് മദ്യനയത്തിന്റെ കിങ് പിൻ എന്ന് ED നിലപാടെടുത്തു. പിന്നീട് കോടതികളിൽ അത് ആവർത്തിച്ചു. എന്നാൽ കെജ്രിവാളിനെ ജയിലിൽ വെക്കാൻ തെളിവുകളില്ല എന്നായിരുന്നു അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുടെ വാദം. പക്ഷേ വാദങ്ങൾ നിലനിന്നില്ല. കെജ്രിവാൾ ജയിലിലേക്ക്. പിന്നീട് കെജ്രിവാൾ പുറം ലോകം കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോഴാണ്. അന്ന് കെജ്രിവാൾ നടത്തിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് തന്നെ ജയിലിലടച്ച ഭരണകൂടത്തിനെ ഉലയ്ക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. ജൂൺ 2-ന് വീണ്ടും ജയിലിലേക്ക്. പിന്നീട് ഒരു ഘട്ടത്തിൽ വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നു. ഈ ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു. എന്നാൽ ഇത് വാക്കാലുള്ള ഉത്തരവ് മാത്രമായിരുന്നു. സ്റ്റേക്കെതിരെ സുപ്രീം കോടതിയിൽ കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഉത്തരവ് വാക്കാൽ പോരാ എന്ന നിരീക്ഷണം വന്നു. ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി. ഇപ്പോഴിതാ CBI അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രൊഡക്ഷൻ വാറന്റ് വാങ്ങി അറസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് CBI. അതിനർത്ഥം കെജ്രിവാൾ ജയിലിൽ തുടരും. ഒരു മദ്യനയത്തെക്കുറിച്ചാണോ ഭരണകൂടത്തിന് ഇത്രയധികം ആശങ്ക? അല്ലെന്ന് വ്യക്തം. കെജ്രിവാൾ മാത്രമാണ് ലക്ഷ്യം. രാഷ്ട്രീയ എതിർ ശബ്ദങ്ങൾക്ക് വിലങ്ങണിയിക്കാൻ തിടുക്കപ്പെടുന്നവരാണല്ലോ നമ്മെ ഭരിക്കുന്നത്.